ഗൗരിക്ക് സ്കൂളിൽ നിന്ന് ഒരു ടിഷ്യൂ വാഴ കിട്ടിയിട്ടോ. ചെറിയൊരു വാഴയാണ്, അത് ബലമൊന്നും ഇല്ലാത്ത ഒരു ചെറിയ വാഴത്തൈയായിരുന്നു. പക്ഷെ അത് കൊണ്ടുവന്നപ്പോൾ അത് പിടിക്കുമെന്നൊന്നും വിചാരിച്ചില്ല. അങ്ങനെ ഗൗരിയും അച്ഛയും കൂടി ആ വാഴ നട്ടു കേട്ടോ. വാഴ നട്ടു, വളമൊക്കെ ഇട്ട് വാഴ നട്ട ശേഷം വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വാഴ പിടിച്ചു കേട്ടോ. വാഴ പിടിച്ചപ്പോൾ വളരെയധികം സന്തോഷം തോന്നി കേട്ടോ. അപ്പം കുറച്ച് മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ, വാഴക്കുഞ്ഞ് മുളയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അത് കണ്ടപ്പോൾ അതിലും വലിയ സന്തോഷമായി. കൂടുതലും ഇതിലിട്ട് കൊടുക്കുന്നത് ഞങ്ങൾ ഈ ചവറ് മാത്രമാണ് കേട്ടോ. പിന്നെ പച്ചക്കറികളുടെ വേസ്റ്റും പഴങ്ങളുടെ വേസ്റ്റും ഒക്കെ നമ്മൾ ഈ വാഴയുടെ ചോട്ടിൽ കൊണ്ടിടും. അങ്ങനെ അത് ചീഞ്ഞൊരു വളമായി. പിന്നെ വേനൽക്കാലത്ത് ഒത്തിരി കരികിൽ നമ്മുടെ മുറ്റത്ത് കിടക്കില്ല, അതെല്ലാം അടിച്ച് നമ്മൾ ഈ വാഴയുടെ ചോട്ടിലേക്കിടും. അങ്ങനെ കുറേ ഇട്ട് മഴക്കാലമായപ്പോഴത്തേല്ലാം അതെല്ലാം ചീഞ്ഞ് നല്ല ജൈവവളമായി. മണ്ണധികം പോലും ചേർത്തിട്ടില്ല കേട്ടോ, കരികില മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ വാഴ നല്ല പോലെ വളർന്ന് കൊലയ്ക്കാറൊക്കെ ആയിട്ടുണ്ട്. സ്കൂളിൽ ടീച്ചർ പറഞ്ഞിരിക്കുന്നത് കൊലയൊക്കെ വന്ന് കഴിയുമ്പോൾ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ടീച്ചർക്ക് കൊടുക്കണം എന്നാണ്. അപ്പോൾ ഈ വാഴ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഈ വാഴ ഇങ്ങനെ വളർന്ന് വന്നപ്പോൾ ഗൗരിയുടെ അച്ഛക്ക് ആഗ്രഹം 2-3 വേറൊരു വാഴ നട്ടാലോ എന്ന്. അങ്ങനെ ഗൗരിയുടെ അച്ഛനും ഇവിടുത്തെ അമ്മയൊക്കെ കൂടി വാഴ നട്ടു. അങ്ങനെ ആ വാഴയും നല്ലപോലെ വളർന്നു. കാരണം ഈ മണ്ണ് കൃഷി ചെയ്തിട്ടില്ലാത്തതാണ് കേട്ടോ. നിറയെ മരങ്ങളുടെ ഇലകളൊക്കെ ചീഞ്ഞ് നല്ല പ്രകൃതിയുടെ വളം അതിൻ്റെ അകത്ത് ധാരാളം ഉണ്ടായിരുന്നു. അങ്ങനെ ഗൗരിയുടെ അച്ഛൻ നട്ട വാഴകളെല്ലാം കിളുത്തു കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും നമ്മളെന്തെങ്കിലും നട്ട് കഴിഞ്ഞാൽ നമ്മളത് വളർന്നോ വലുതായോ എന്നറിയാൻ വേണ്ടി നമ്മളെപ്പോഴും ചെന്ന് നോക്കും, വല്ല കേടുകളുണ്ടോ. അങ്ങനെ നമ്മളും എപ്പോഴും ആ വാഴയുടെ ചുവട്ടിൽ ചെന്ന് നോക്കും കേട്ടോ. അപ്പോൾ കുഞ്ഞാപ്പൂ അച്ചിയാണിപ്പോൾ വാഴയുടെ ചുവട്ടിൽ എപ്പോഴും ചെന്ന് നോക്കും. അപ്പോൾ വാഴ കൂടാതെ ചേമ്പ്, കപ്പ, പയർ എല്ലാം നട്ടിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പച്ചക്കറികളെല്ലാം അതിൻ്റെ ഇടയിലൂടെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ മറക്കാതെ കാണണം.